നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സംസ്ഥാന ബജറ്റാണ്. ബജറ്റിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ഒരു വിശ്വാസമാണ് പലർക്കുമുള്ളത്. പണ്ടേ ബജറ്റിന് മേലുള്ള വിശ്വാസ്യത എല്ലാവർക്കും കുറഞ്ഞു തുടങ്ങി. സാധാരണക്കാരായ ജനങ്ങളെ ഇവിടെ ആര് മൈൻഡ് ചെയ്യുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. അവരുടെ വിഷമകഥകളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ ഇവിടത്തുകാർക്കൊന്നും തന്നെ അറിയേണ്ടതില്ല എന്നും പറയുന്നു. ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാർക്ക് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പോലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. എന്തായാലും ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന ധനമന്ത്രി ബജറ്റിന് മുൻപായി ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ട് ശുഭദിനം എന്ന് അവസാനമായി ബാലഗോപാൽ നേരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കല്ല. സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് സാധാരണ ഒരു ദിവസം പോലെ ഇന്നും അങ്ങ് കടന്നു പോകും, അല്ലാതെ ബജറ്റ് എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊരു മാറ്റവും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ധനമന്ത്രി ബാലഗോപാൽ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ മനസ്സിലാകുന്നത്. ശുഭദിനം അദ്ദേഹത്തിനാണോ സാധാരണക്കാർക്കാണോ എന്ന് ബജറ്റിന് ശേഷം നമുക്ക് പറയാം. എന്തായാലും ബാലഗോപാലിന്റെ പോസ്റ്റ്, ധനമന്ത്രിയുടെ പോസ്റ്റ് ഒന്ന് വായിക്കാം. ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള 5ാമത്തെ സംസ്ഥാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ്. സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന കേരളം ഇക്കാലത്ത് നേരിട്ടു. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ മികച്ച നിലയിൽ വർധനവുണ്ടാക്കിയിട്ടും കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു. സാമ്പത്തിക ഞെരുക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു. നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു. മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി. സാമൂഹ്യ ക്ഷേമ രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചെലവഴിച്ചു. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും. എല്ലാവർക്കും ശുഭദിനം. ശുഭദിനമാണോ ഇനി ശിബുദിനമാണോ എന്ന് കണ്ടറിയാം. ഏതായാലും വലിയ സന്തോഷകരമായ ദിവസമെന്ന് അദ്ദേഹം പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വർധന, വയനാട് പുനരധിവാസ പാക്കേജിനോടുള്ള പണം, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന അവലോകനവും ഇന്നാണ് സഭയിൽ വെക്കുക. ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ക്ഷേമ പെൻഷനിൽ 100 രൂപ മുതൽ 200 രൂപയുടെ വരെ വർധനവ് പ്രതീക്ഷിക്കുന്നു. 150 രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ തുക 1750 രൂപയാക്കണമെന്ന ശുപാർശ മന്ത്രിക്ക് മുന്നിലുണ്ട്. പദ്ധതി വിഹിതത്തിൽ 10% വർധന തീരുമാനിച്ചിട്ടുള്ളതിനാൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ ഉൾപ്പെടുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെ സഹായം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത വയനാട് പുനരധിവാസ പാക്കേജിനും ബജറ്റിൽ മുൻഗണന ഉണ്ടാകും. വികസനത്തിന് പ്രത്യയശാസ്ത്രം പ്രശ്നമല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ മാറിയതിനാൽ നയമാറ്റം പ്രകടമാകുന്ന നിക്ഷേപ പദ്ധതികളും ഉൾപ്പെടുത്തിയേക്കും. സർക്കാരിന്റെ കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കുന്നതിനാൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതികളും അവതരിപ്പിക്കാൻ ഇടയുണ്ട്.